ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 2ാം ക്ലാസ്സിലെ മാത്സിനെ കുറിച്ചാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് 2ാമത്തെ ക്ലാസ്സിലെ മാത്സിൽ 5ാമത്തെ ചാപ്റ്ററിൽ കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന ഭാഗത്തെ വർക്കായിരുന്നു. ഇന്ന് പ്രധാനമായും കുറക്കുന്ന കണക്കാണ്, ഒരു സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ എടുത്തു മാറ്റുന്ന കണക്കാണ് പഠിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്ന് ആ എടുത്തു മാറ്റുന്നതിൽ നമ്മളെ ബ്രെയിൻ വർക്ക്, മനക്കണക്കുമായി ബന്ധപ്പെട്ട വർക്കാണ് ഇന്ന് നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എഴുതി ചെയ്യാനുള്ളതല്ല. നമുക്ക് അവസാനത്തെ പേജിലെ 100ാമത്തെ പേജിലെ പേജ് നമ്പർ 100-ലെ ഈ വർക്കാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. മനക്കണക്കായി ഉത്തരം എഴുതുക എന്ന് പറയുന്ന ഈ വർക്ക്, ബ്രെയിൻ വർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. പേജ് നമ്പർ 100-ലാണ് അതുള്ളത്. ഈ വർക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ആ വർക്കിലേക്ക് കടക്കാം. നോക്കൂ, ഇതാണ് ആ വർക്ക്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. മനക്കണക്കായി ഉത്തരം എഴുതുക. ഇതാണ് 99-ൽ നിന്ന് 10 കുറച്ചാൽ. ഇത് എഴുതി ചെയ്യേണ്ടതല്ല, നിങ്ങൾ ബ്രെയിൻ വർക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ കണക്ക് കൂട്ടി നോക്കി ചെയ്യേണ്ട വർക്കമാണ്. 99-ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ കിട്ടുക? 99-ൽ നിന്ന് 10 കുറച്ച് നോക്കൂ, എത്ര കിട്ടും? ആദ്യത്തെ ഒരു പ്രയാസം ഉണ്ടാവും, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ. കുറെ കഴിയുമ്പോൾ അത് എളുപ്പമായി മാറും. 99-ൽ നിന്ന് 10 കുറച്ചാൽ 89 കിട്ടുക. 89. അത് നമുക്കിതാ ഇവിടെ 89 എന്ന് എഴുതാം. 89. ഇത് നോക്കൂ, അതിന്റെ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്. 10 സബ്ട്രാക്റ്റഡ് ഫ്രം 99. 10 സബ്ട്രാക്റ്റഡ് ഫ്രം 99 എത്രയാണ്? 89. 89. ഈ 89 കിട്ടുമ്പോൾ നമ്മൾ ഈ 89 കൂടി 10 കൂട്ടിയാൽ 99 കിട്ടും. 89 കൂടി 10 കൂടി കൂട്ടുകയാണെങ്കിൽ 99 കിട്ടും. 89 കൂടി 10 കൂട്ടിയാൽ 99 കിട്ടും. അപ്പൊ 99-ൽ നിന്നും 10 കുറച്ചാൽ 89 ആയിരിക്കും ഉത്തരം. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. അടുത്തത് 99-നോട് 10 കൂട്ടിയാൽ, 99-നോട് കൂടി 10 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടി നോക്കേണ്ടി വരും. 99-നോട് 10 കൂട്ടിയാൽ എത്ര കിട്ടും? 109 ആയിരിക്കും ഉത്തരം കിട്ടുക. 109. നമുക്കിവിടെ 109 എന്ന് എഴുതാം. ഇവിടെ 10 ആഡഡ് ടു 99. 10 ആഡഡ് ടു 99 എത്ര കിട്ടും? 109 തന്നെയാണ് ഉത്തരം. 109. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 99-നോട് 10 കൂട്ടിയാൽ 109 കിട്ടും. അപ്പൊ 109-ൽ നിന്നും 10 കുറച്ചാൽ എത്ര കിട്ടും? 99 ആയിരിക്കും കിട്ടുക. 109-ൽ നിന്നും 10 കുറച്ചാൽ 99 കിട്ടും. സബ്ട്രാക്ട് 109-ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? 99 കിട്ടും. അങ്ങനെ ആയിരിക്കും അതിന് ഉത്തരം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയാൽ ഉത്തരം കിട്ടണം. ഇനി അടുത്തത് 105-ൽ നിന്നും 10 കുറച്ചാൽ, 105-ൽ നിന്നും 10 കുറച്ചാൽ, 100-ൽ നിന്നും 10 കുറച്ചാൽ എത്ര കിട്ടും? 90 ആയിരിക്കും. പിന്നെ 5 കൂടി കിട്ടിയാൽ 95 ആയിരിക്കും. അപ്പൊ എത്രയാണ്? 95 ആയിരിക്കും അതിന്റെ ഉത്തരം. 95. 10 സബ്ട്രാക്റ്റഡ് ഫ്രം 105 എത്ര ആയിരിക്കും? 95. 95. നോക്കൂ, ഈ 105-ൽ നിന്ന് 10 കുറച്ചാലാണല്ലോ 95 കിട്ടുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 95-നോട് കൂടി 10 കൂട്ടിയാൽ എത്ര ആയിരിക്കും? 105 ആയിരിക്കും. 95-ലേക്ക് കുറച്ച 10 കൂട്ടിയാൽ 105 ആയിരിക്കും. ക്ലിയർ? 95-ലേക്ക് ഈ 10 കൂടി ആഡ് ചെയ്താൽ 105 ആയിരിക്കും ഉത്തരം കിട്ടുക. ഓക്കെ, ക്ലിയർ? ഈ 3 കഴിഞ്ഞു. ഇനി അടുത്ത 3 നോക്കാം. 120 മൈനസ് 20. 120-ൽ നിന്നും 20 കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാകും. 120-ൽ നിന്നും 20 പോയാൽ എത്ര കിട്ടും? 100 ആയിരിക്കും ഉത്തരം കിട്ടുക. 100. നമുക്കിവിടെ 100 എന്ന് എഴുതാം. ഇവിടെ അങ്ങനെ തന്നെ 100, ഈ ഭാഗത്ത് 100 എന്ന് എഴുതാം. അപ്പൊ ഈ 100-നോട് കൂടി 20 കൂട്ടുകയാണെങ്കിൽ, 100-നോട് കൂടി 20 കൂട്ടുകയാണെങ്കിൽ 120. ക്ലിയർ? 100-നോട് കൂടി 20 ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടും. ക്ലിയർ? അടുത്തത് 108-നോട് കൂടി 10 കൂട്ടിയാൽ എത്ര കിട്ടും? 108-നോട് കൂടി 10 കൂട്ടിയാൽ 118 ആയിരിക്കും ഉത്തരം കിട്ടുക. 118. ഓക്കെ, ഇവിടെ
118 ക്ലിയർ അല്ലേ? അതായത് 118 നിന്നും 10 കുറച്ചാൽ 108 ആയിരിക്കും കിട്ടുക. ക്ലിയർ? 118 നിന്നും 118 നിന്നും 10 കുറച്ചാൽ എത്രയായിരിക്കും? 108 ആയിരിക്കും കിട്ടുക. ഇനി അവസാനം ഈ കണക്ക് 109 മൈനസ് 9. 109 നിന്നും 9 പോയാൽ കിട്ടും. നേരത്തെ നമ്മൾ 120 നിന്നും 20 പോയാൽ 100 കിട്ടി. അപ്പൊ 109 നിന്നും 9 കുറച്ചാൽ എത്ര കിട്ടും? പറഞ്ഞു നോക്കൂ. 100 ആയിരിക്കും കിട്ടുക. 100. അപ്പൊ നമുക്കിവിടെ 100 എന്ന് എഴുതാം. 100. ഇവിടെ 109 മൈനസ് 9 ഈസ് ഈക്വൽ ടു 100. ഓക്കെ. അപ്പൊ ഈ 100നോട് കൂടി 9 കൂട്ടുകയാണെങ്കിൽ എന്ത് കിട്ടും? 9 ആഡ് ചെയ്യുകയാണെങ്കിൽ 109 കിട്ടും. 100നോട് കൂടി 9 കൂടി കൂട്ടുകയാണെങ്കിൽ ഇവിടെ 109 കിട്ടും. അപ്പൊ ഈ കണക്ക് ശരിയാവുകയുള്ളൂ. അവസാനം 109 നിന്നും 9 കുറച്ചാൽ 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ 109 നിന്നും 10 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 109 നിന്നും 10 കുറയ്ക്കുകയാണെങ്കിൽ പറഞ്ഞു നോക്കൂ, 99 ആയിരിക്കും അല്ലെ? 99. നമുക്കിവിടെ 99 എന്ന് എഴുതാം. ഇവിടെയും 99 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിലോ 99നോട് കൂടി 10 കൂടി ചേർന്നാൽ 109 കിട്ടും. 99നോട് കൂടി 10 കൂടി ആഡ് ചെയ്താൽ 109 കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഈ കണക്ക് ചെയ്യുക. ഇത് ഇവിടെ നമുക്ക് എഴുതി കുറച്ച് കൂട്ടിയൊന്നും ചെയ്യേണ്ട കണക്കല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ നമ്മൾ ബ്രെയിൻ വർക്ക് ആയിട്ടാണ് തന്നത്. തലകൊണ്ട് സ്വന്തം ചിന്തിച്ച് എഴുതാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് ഇത് തന്നത്. ഇത് തുടക്കത്തിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ആദ്യത്തെ 2-3 സംഖ്യ കുറക്കാനൊക്കെ പ്രയാസം ഉണ്ടാകും. അങ്ങനെ കുറച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, കഴിഞ്ഞ കണക്കുകളിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, 46 നിന്നും ഒരു സംഖ്യ കുറക്കാൻ പറയുമ്പോൾ ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്തു? 40നെ 2 സംഖ്യയാക്കി പിരിച്ചെഴുതി. അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ചത്. ഇങ്ങനെ കുറച്ചെഴുതി നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി കുറച്ച് പഠിച്ചാൽ നമുക്ക് ഈ കണക്ക് എളുപ്പമാകും. വലിയ ക്ലാസ്സുകളിലൊക്കെ കണക്ക് ചെയ്യൽ നമുക്ക് എളുപ്പമായി മാറും. ഇത് വളരെ കുറച്ച് പരിശീലനം മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ ഇതുപോലെ നിങ്ങൾ പേപ്പറിൽ എഴുതി പഠിക്കണം. ഉദാഹരണത്തിന് 100ൽ നിന്നും 10 കുറച്ചാൽ അല്ലെ, അല്ലെങ്കിൽ 80ൽ നിന്നും 50 കുറച്ചാൽ, അല്ലെങ്കിൽ 60ൽ നിന്നും 5 കുറച്ചാൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ കുറെ കണക്കുകൾ നിങ്ങൾ സ്വന്തമായി ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കണക്ക് എളുപ്പമാവുള്ളൂ. ആദ്യത്തിൽ പ്രയാസം ഉണ്ടാകും. നിരന്തരമായി റഫ് ബുക്കിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ബ്രെയിൻ വർക്ക്, മനക്കണക്ക് എളുപ്പമായി മാറും. ഇത് ഇന്ന് കണക്ക് മൈനസ് ചെയ്യുന്ന കുറക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. തുടർന്ന് ഇനിയും ധാരാളം ഭാഗങ്ങൾ അതിൽ നമുക്ക് വരാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. കൂട്ടുകാർക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ഇതിന് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.